കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുകയും. സ്തോത്രം. ഈ ദൈവവചനത്തിൽ നിന്ന് നമുക്ക് അല്പമായി ചിന്തിക്കാം. സ്തോത്രം. പ്രിയപ്പെട്ട, നമ്മൾ നല്ല സങ്കീർത്തനമാണ് നമ്മളിന്ന് കേട്ടത്. ദൈവം ലംഘനം ക്ഷമിച്ച് പാപം മറച്ചു തന്ന മനുഷ്യൻ്റെ ഭാഗ്യത്തെക്കുറിച്ചുള്ള വർണ്ണനകളാണ് നമ്മൾ കേട്ടത്. നാഥാൻ പ്രവാചകൻ ചെന്ന് ഈ ദാവീദിനോട് തൻ്റെ പാപത്തെക്കുറിച്ച് അറിയിച്ചപ്പോൾ ദാവീദ് തൻ്റെ ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞു. എന്നാൽ ഇന്ന് നമ്മുടെ പാപത്തെക്കുറിച്ച് ഒരാൾ നമ്മളോട് പറഞ്ഞാലോ, നമുക്ക് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ കാണിച്ചു തന്നാലോ, നമുക്കത് ഏറ്റെടുക്കാൻ നമുക്കത് മനസ്സില്ല. നമ്മളെന്ത് ചെയ്യുന്നത്, നമ്മൾ പറയുന്നത് നമ്മൾ അങ്ങനൊന്നും വലിയ തെറ്റുകളൊന്നും ചെയ്യുന്നവരൊന്നുമല്ല, ശരിയായിരിക്കാം. കാരണം പെന്തിക്കോസിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ലോകപ്രകാരമുള്ള വലിയ വലിയ തെറ്റുകളൊന്നും ചെയ്യുന്നില്ലായിരിക്കാം. എങ്കിലും ദൈവവചനപ്രകാരം ചിന്തിക്കുമ്പോൾ നമ്മളിലും കുറ്റങ്ങളും കുറവുകളും ഒക്കെ വന്നു പോയിട്ടുണ്ട്. അതിപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ നമ്മളത് തിരിച്ചറിയാതെ എന്ത് ചെയ്യുന്നത്, നമ്മളെ തന്നെ ന്യായീകരിക്കുന്ന അവസ്ഥകളുണ്ട്. എന്നാൽ ദൈവവചനത്തിൻ്റെ മുമ്പാകെ ഒരു കാര്യം വെളിപ്പെട്ട് കിട്ടുമ്പോൾ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. സ്തോത്രം. അതുകൊണ്ടാണ് പറയുന്നത്, ലംഘനം മറച്ചു വെക്കുന്നതിന് ശുഭം വരികയില്ല. സ്തോത്രം. നല്ലൊരു സങ്കീർത്തനമായിരുന്നു. സ്തോത്രം. നമുക്ക് ഈ വചനത്തിൽ നിന്ന് ചിന്തിക്കാം. നമുക്ക് വചനചിന്തയ്ക്കായി എടുത്ത വചനം 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുകയും. സ്തോത്രം. സാക്ഷ്യമായിട്ട് ഞാനൊന്നും പറഞ്ഞില്ല എന്നേ ഉള്ളൂ. കഴിഞ്ഞ 18-ാം തീയതി വൈകിട്ട് മുതൽ ഞാനും വളരെ ക്ഷീണാവസ്ഥയിലായിരുന്നു. എനിക്ക് വയറിന് വേദന, വയറിളക്കം, തലയ്ക്ക് ഭയങ്കരമായ ഭാരം, ശരീരത്ത് ഭയങ്കര ചൂട്. 2 ദിവസം കട്ടിലെ തന്നെ കിടക്കുകയായിരുന്നു. 21 ദിവസം ഒരു ഉപവാസം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ 18-ാം ദിവസമാണ് ഇത് സംഭവിക്കുന്നത്. ഇന്നലെ വരെ ക്ഷീണാവസ്ഥയാണ്. ഇന്നലെയാണ് പോയി ഒരു ഡോക്ടറെ കണ്ടത്. പക്ഷേ ആഹാരം കഴിക്കാത്തതുകൊണ്ട് ഗുളിക കഴിക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നതുകൊണ്ട് ആഹാരം കഴിക്കുന്നുണ്ട്. രാത്രി വൈകിട്ട് 6 മണി കഴിഞ്ഞൊക്കെ ഒരു നേരം ആഹാരം കഴിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടൊന്നും കഴിക്കാൻ പറ്റിയില്ലായിരുന്നു. വെളുപ്പിനെ 3 മണിക്കൊക്കെ കിടന്ന് വയറുവേദന എടുത്തിട്ട് ഞാൻ കിടന്ന് പുളയുകയായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ ഇന്നലെ വെളുപ്പിന് 2 മണിക്കായാലും 3 മണിക്കായാലും ഒക്കെ ലൂസ് മോഷൻ വളരെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുകയായിരുന്നു. ഇന്ന് വരാൻ പറ്റുമെന്ന് പോലും സംശയമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നൊരു 12 മണിയൊക്കെ ആയപ്പം ഞാൻ ഇന്നത്തേക്കുള്ള വചനമെല്ലാം എഴുതാനിരുന്നു. 3:15 ഞാനെല്ലാം അതെല്ലാം തീർത്തു വന്നപ്പോഴത്തേക്ക്. സ്തോത്രം. അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് കിടന്നു. ഏതായാലും രാവിലെ എഴുന്നേറ്റപ്പോൾ കുഴപ്പമില്ല, ദൈവം സഹായിച്ചു, കടന്നു വരുവാൻ സാധിച്ചു. അപ്പം ഈ ഒരു വചനത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുകയും. ഇതിൽ ചിന്തിച്ചപ്പോൾ ദൈവത്തിൻ്റെ 2 ഭാവങ്ങളെക്കുറിച്ച് ഇതിൽ കാണാൻ സാധിക്കുന്നു. ഒന്ന് കരുതുന്നവനായ ദൈവവും, രണ്ടാമത്തേത് പറയുന്നു സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുകയും. അതായത് നമ്മളെ വഹിക്കുന്ന ദൈവം എന്നാണ് എനിക്ക് മനസ്സിലായൊരു കാര്യം. സ്തോത്രം. വഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ ചിലർ കളിയാക്കി പറയും, അവൻ നമ്മളെ വഹിച്ചുകൊണ്ടുപോയി എന്നൊക്കെ പറയും. അത് കളിയാക്കി പറയുന്നു. എന്നാൽ ഇവിടെ പറയുന്നത് നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന, നമ്മുടെ വേദനകളെ വഹിക്കുന്ന ഒരു നല്ല ദൈവത്തെക്കുറിച്ചാണ്. ഈ ദൈവത്തിൻ്റെ നമുക്കറിയാം, യേശുക്രിസ്തു എന്ന പാറയെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ പറയുമ്പോൾ യേശുക്രിസ്തു എന്ന പാറയ്ക്ക് 6 മുഖങ്ങളെക്കുറിച്ച് പറയുന്നു. 6 വ്യത്യസ്ത മുഖങ്ങളാണ് യേശുക്രിസ്തു എന്ന പാറയ്ക്കുള്ളത് എന്ന് പറയുന്നത് പോലെ ഇവിടെ നമുക്ക് 2 വ്യത്യസ്ത ഭാവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് കരുതുന്നവനായ ദൈവവും, ഒന്ന് നമ്മളെ വഹിക്കുന്നവനായ ദൈവവും. സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിലേക്ക് വന്നാൽ നമുക്കിങ്ങനെ വായിക്കുവാൻ സാധിക്കും. ഒരു ഇടയനെ പോലെ അവൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പിതുക്കെ നടത്തുകയും ചെയ്യും. സ്തോത്രം. അവിടെ ഒരു ഇടയനെ പോലെ നമ്മുടെ കർത്താവിനെ ചിത്രീകരിച്ചിരിക്കുന്നു. ആ പ്രവാചകൻ ഒരു ഇടയനെ പോലെ നമ്മുടെ ദൈവത്തെ നമുക്ക് വരച്ചു കാട്ടിത്തരികയാണ്. ഒരു ഇടയൻ എങ്ങനെ തൻ്റെ ആടുകളെ പരിപാലിക്കുന്നത് അതുപോലെ തന്നെ
നമ്മെ നമ്മുടെ ദൈവം പരിപാലിക്കും എന്നുള്ളതിനെക്കുറിച്ചൊരു ബോധ്യം നമ്മുടെ ദൈവം നമുക്ക് തരികയാണ്. സ്തോത്രം. ആ ഇടയൻ്റെ പ്രത്യേകത, സ്തോത്രം, അവൻ കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കും. അപ്പം ചെറിയ പൈതലാണ് എങ്കിൽ അതിനെ കല്ലിൽ തട്ടി വീഴാനോ അങ്ങനെയൊന്നും സംഭവിക്കാതെ കുഞ്ഞാടിനെ എന്ത് ചെയ്യും? ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കും. തള്ളകളെ പെതുക്കെ നടത്തുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ഇതേ കാര്യം തന്നെ നമുക്ക് 23 സങ്കീർത്തനത്തിൽ ദാവീദും പറയുന്നുണ്ട്. ആ ദാവീദ് പറയുന്നത് എന്താണ്? യഹോവയെക്കുറിച്ച് പറയുന്നത്, യഹോവ എന്ന ഇടയൻ, അവൻ പച്ചയായ പുൽപ്പുറങ്ങളിൽ എന്നെ നടത്തുന്ന ദൈവമാണ്. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികെ എന്നെ നടത്തുന്ന ദൈവമാണ്. സ്തോത്രം. പച്ചയായ പുൽപ്പുറങ്ങൾ, ആഹാരത്തിനായിട്ട് എന്ത് വേണം? പച്ചയായ പുൽപ്പുറങ്ങൾ വേണം. വെള്ളം എന്തിനു വേണം? തൻ്റെ ദാഹം തീർക്കാൻ തനിക്ക് വെള്ളം വേണം. സ്തോത്രം. മൂന്നാമതായിട്ട് പറയുന്നത് എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്. സ്തോത്രം. അപ്പം ഇങ്ങനെയെല്ലാം ദൈവം, ഒരു നല്ല ഇടയനായി ദൈവം തൻ്റെ ആടുകളായ നമ്മെ ദൈവം ഇങ്ങനെയൊക്കെ നടത്തും, അല്ലെങ്കിൽ നമ്മളെ കരുതും എന്ന് നമുക്ക് ദൈവം ആ ഒരു ഉറപ്പ്, ആ ഒരു ധൈര്യം നമുക്ക് ഇന്ന് പകലും നമുക്ക് ദൈവം തരികയാണ്. അതിൻ്റെ 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും. അപ്പം ഈ കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും, അപ്പം നമ്മൾ ഇങ്ങനെ ചിന്തിക്കരുത്. ഞാൻ ഈ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം 1.5-2 മാസമൊക്കെ ആയപ്പം, ഏകദേശം 20 വർഷം മുമ്പ് സ്നാനപ്പെട്ടൊരു വ്യക്തി എന്നോട് ചോദിക്കുന്നു, ദൈവമക്കൾക്ക് കോവിഡ് വരാമോ? എന്തുകൊണ്ട് ദൈവമക്കൾക്ക് കോവിഡ് വന്നു? ദൈവമക്കളാണെങ്കിൽ കോവിഡ് വരാൻ പാടില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് എനിക്ക് വന്ന് ഒരു വട്ടം ബൈബിളൊക്കെ വായിച്ച് തീർത്ത് അത് കഴിഞ്ഞൊക്കെയാണ് സ്നാനപ്പെടുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, കടലിലുള്ള ആപത്ത്, കരയിലുള്ള ആപത്ത്, കൂട്ടു സഹോദരന്മാരാലുള്ള ആപത്ത്, അങ്ങനെ വിവിധതരം ആപത്തുകളെക്കുറിച്ചും അദ്ദേഹത്തിന് വന്ന അപകടങ്ങളെക്കുറിച്ചും അനർത്ഥങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് അതിൻ്റെ രോഗത്തെക്കുറിച്ചുമൊക്കെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഈ പൗലോസ് അപ്പോസ്തലനേക്കാളും വലിയ വിശ്വാസിയാണോ എന്നാ? പൗലോസ് അപ്പോസ്തലന് ഈ രോഗം വരാമെങ്കിൽ, പൗലോസ് അപ്പോസ്തലന് ഈ കഷ്ടത വരാമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് വന്നുകൂടാ എന്ന് ചോദിച്ചു. ഞാൻ പിന്നെ ഒരു പാസ്റ്ററിനോട് ആ സമയത്ത് ഞാൻ ചോദിച്ചു, പാസ്റ്ററെ, ഇങ്ങനെ ഒരു സഹോദരൻ എന്നോട് ചോദിച്ചു, എന്താണ് അതിന് ഉചിതമായ മറുപടി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു തന്നൊരു കാര്യം. പിന്നെ ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ എനിക്കത് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു തന്നൊരു മറുപടി, ഈ ലോകത്തിൽ നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പാണ് നടന്നിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ദേഹത്തെക്കുറിച്ച് പറയുന്നത് ദേഹം, ദേഹി, ആത്മാവ് എന്ന 3 ഭാഗം നമ്മുടെ ഇതിലുണ്ട്. ഇതിൽ നമ്മുടെ ആത്മാവിനെയാണ് നമ്മൾ ഈ പേരെടുത്ത് വിവനെന്ന് വിളിക്കുമ്പോൾ എൻ്റെ ആത്മാവിനെയാണ് വിളിക്കുന്നത്. ഈ എൻ്റെ ആത്മാവ് എന്നിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എന്ത് പറയും? അവൻ്റെ ശവം, അവൻ്റെ ബോഡി അവിടെ കിടക്കുന്നതേ പറയത്തുള്ളൂ, അല്ലേ? അങ്ങനെ പറയത്തുള്ളൂ. അപ്പോൾ ഈ എൻ്റെ ആത്മാവിനാണ് വിപിൻ എന്ന പേര് പറയുന്നത്. സ്തോത്രം. എന്ന് പറഞ്ഞതുപോലെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പാണ് ഈ ലോകത്തിൽ നമുക്ക് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് എന്താണ് കഷ്ടത? നമ്മുടെ ശരീരത്തിന് കടന്നു വരാം. അത് രോഗമാകാം, ദുഃഖമാകാം, ദാരിദ്ര്യമാകാം, അനർത്ഥമാകാം. ഇതൊക്കെ നമ്മൾ ഈ ലോകജീവിതത്തിലായിരിക്കുമ്പോൾ നമുക്ക് കടന്നു വരാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു, മനുഷ്യൻ്റെ 4 വിധ കഷ്ടതകളെക്കുറിച്ച് ചിന്തിച്ചു. ഒന്നാമത്തേത് യേശുക്രിസ്തുവിൻ്റെ കഷ്ടത, ഒന്നൊരു ക്രിസ്ത്യാനിയുടെ കഷ്ടത. മൂന്നാമത് നമ്മൾ ചിന്തിച്ചു, ഒരു മനുഷ്യന്, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഒരു മനുഷ്യന് ദൈവം കൽപ്പിച്ചാക്കിയ കഷ്ടത. അത് ഏതൊരു വ്യക്തി ഈ ലോകത്ത് ജനിച്ചാലും ഈ ദൈവം കൽപ്പിച്ചാക്കിയ ഈ കഷ്ടതയിലൂടെ കടന്നേ അവൻ്റെ ജീവിതം അവസാനിക്കത്തുള്ളൂ. എന്നും നമുക്ക് സുഖമായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കരുത്, എന്നും നമുക്ക് കഷ്ടതയായിരിക്കുമെന്നും നമ്മൾ ചിന്തിക്കേണ്ട. സ്തോത്രം. 4-മതായിട്ട് ഇസ്രായേലിൻ്റെ കഷ്ടത. അപ്പോൾ ഈ 4 വിധ കഷ്ടതകൾ വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കഷ്ടതകളൊന്നും കണ്ട് എന്താണ്, ആരും നമ്മുടെ ഈ മരുഭൂ യാത്രയിൽ നമ്മൾ തളർന്നു പോകേണ്ട കാര്യമില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർത്തു കൊടുക്കുക. നമുക്കറിയാം, ലൂക്കോസ് 15-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 7 വരെയുള്ള വാക്യത്തിൽ അതിൽ ഒരു 100 ആടുള്ള ഇടയൻ്റെ കാര്യം അവിടെ പറയുന്നുണ്ട്. ആ
അതിൽ ഒരാടിനെ ഈ ഇടയൻ നഷ്ടപ്പെട്ടു. പക്ഷേ ഈ നല്ല ഇടയൻ എന്ത് ചെയ്തു? 99 കളഞ്ഞിട്ട് ഈ ഒരാടിൻ്റെ പിന്നാലെ ചെന്ന് ഈ നഷ്ടപ്പെട്ട ആടിനെ മടക്കി കൊണ്ടുവരികയാണ് ചെയ്തത്. സ്തോത്രം. അപ്പം ഇവിടെ പറയുന്നത് നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകെട്ടിയപ്പോൾ എന്ത് ചെയ്തു? നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയപ്പോൾ ഇദ്ദേഹം സന്തോഷിച്ച് അതിനെ ചുമലിലെടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുവരുന്നു. അപ്പോൾ ആ നല്ല ഇടയൻ്റെ ഒരു പ്രത്യേകതയാണ് ഇവിടെ കണ്ടത്. ചുമലിലെടുത്തുകൊണ്ട് നഷ്ടപ്പെട്ടതിനെ ചുമലിലെടുത്തുകൊണ്ട് അതിനെ വീട്ടിൽ കൊണ്ടുവരുന്നു. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഇടയൻ തൻ്റെ ആടുകളെ പേർ ചൊല്ലി വിളിക്കുന്നു. ഞാൻ സമയം ഇച്ചിരി കുറവായതുകൊണ്ടാണ് സ്പീഡിൽ പോകുന്നത്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഇടയൻ തൻ്റെ ആടുകളെ പേർ ചൊല്ലി വിളിക്കുന്നു. അപ്പം നമുക്കറിയാം, നമ്മുടെ ദൈവത്തിന് എന്താണ്? നമ്മളെ പേർ ചൊല്ലി വിളിക്കുവാൻ അറിയാം. നമ്മുടെ പേര് വ്യക്തിപരമായിട്ട് നമ്മുടെ ദൈവത്തിന് അറിയാം. ഈ വാക്യം നമുക്കറിയാമെങ്കിൽ ഗലാത്യർ അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ നോക്കിയാൽ നമുക്കറിയാം, വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ എന്നാണ് പറയുന്നത്. വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ. അപ്പം നമ്മൾ ദൈവത്തെ അറിഞ്ഞു എന്നുള്ളതല്ല, ഈ ലോകത്ത് ജനിച്ച ഏതൊരു വ്യക്തിക്കും ദൈവത്തെ അറിയാം, അല്ലേ? ഏതൊരു വ്യക്തിയോട് ചോദിച്ചാലും അവർ പറയും ഒരു ശക്തിയുണ്ട്, അതൊരു ദൈവമുണ്ട്, അത് ഞങ്ങൾ അറിയുന്നു. പക്ഷേ ഇവിടെ പറയുകയാണ് വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ. അതും ഈ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 3-ൽ പറയുന്നു, ഇടയൻ തൻ്റെ ആടുകളെ പേർ ചൊല്ലി വിളിക്കുന്നു. അപ്പം നാം ദൈവത്തിൻ്റെ ആടുകളാണ്, നാം ദൈവത്തെ അനുസരിക്കുന്നവരാണ് എങ്കിൽ ഈ ദൈവം നമ്മെ പേർ ചൊല്ലി വിളിക്കുന്ന ദൈവമാണ്. സ്തോത്രം. എന്നിട്ട് ആ വാക്യത്തിൽ തന്നെ പറയുന്നു എന്താണ്? ഈ ഇടയൻ തൻ്റെ ആടുകളെ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. പുറത്തു കൊണ്ടുപോയ ശേഷം വെറുതെ വിടുകയല്ല ചെയ്യുന്നത്, പുറത്തു പോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. അപ്പം ഈ നല്ല ഇടയൻ്റെ വേറൊരു പ്രത്യേകതയാണ്, നമ്മളെ വെറും കൈയോടെ വിടുന്നൊരു ഇടയനല്ല. ആ ഇടയൻ എന്താണ്? നമുക്ക് മുമ്പായി നടന്ന് നമുക്ക് വഴി കാട്ടുന്ന നല്ലൊരു ഇടയനാണ് ഈ ദൈവം. സ്തോത്രം. അടുത്തതായ ഒരു ചിന്ത യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിലാണ്. അതിലിങ്ങനെയാണ് പറയുന്നത്, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. അപ്പം സ്വന്തം ജീവനെ കൊടുത്ത് തൻ്റെ ആടുകളെ സ്നേഹിക്കുന്ന ഒരു നല്ല ഇടയനെ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. സ്തോത്രം. നമുക്കൊന്നുകൂടെ ഈ അധികം വചനമില്ല, യെശയ്യാവ് 40:11, സങ്കീർത്തനം 23, ലൂക്കോസ് 15:4, യോഹന്നാന്റെ സുവിശേഷം 10:3, യോഹന്നാന്റെ സുവിശേഷം 10:11. ഇത്രയും വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഈ നല്ല ഇടയനെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ചാൽ, ഒന്ന് കുഞ്ഞാടിനെ തോളിലേറ്റുന്ന നല്ല ഇടയൻ, രണ്ടാമത്തേത് തള്ളയാടുകളെ പെതുക്കെ നടത്തുന്ന നല്ല ഇടയൻ. അതായത് നമ്മുടെ അവസ്ഥ അറിഞ്ഞ്. സ്തോത്രം. ഇപ്പം നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു 20 വർഷമായ ഒരു വിശ്വാസി 2 മാസമായി സ്നാനപ്പെട്ട് എന്നോട് ചോദിച്ചു എന്തുകൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ കഷ്ടതയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആത്മീയ വളർച്ച എത്രയാണ്? അപ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ, അദ്ദേഹത്തിൻ്റെ ആത്മീയ വളർച്ച എത്രയാണ്? പക്ഷേ ഒരുപക്ഷെ ദൈവം അദ്ദേഹത്തെയും സ്നേഹിക്കുന്നുണ്ട്. അദ്ദേഹത്തെ തള്ളിക്കളയുമെന്നും പറയാൻ ഞാൻ ആരുമല്ല. സ്തോത്രം. അദ്ദേഹത്തെ ദൈവം സ്നേഹിക്കുന്നുണ്ടായിരിക്കാം. തൻ്റെ 2ാമത്തെ വരവെങ്കിൽ അദ്ദേഹത്തെയും ചേർത്തുകൊള്ളും. ഇവിടെ പറയുക തള്ളയാടുകളെ പെതുക്കെ നടക്കും. മൂന്നാമതായിട്ട് നമുക്ക് കാണാൻ കഴിയും, നല്ല മേച്ചിൽപ്പുറം ഒരുക്കുന്ന നല്ലവനായ ഒരു ഇടയനെ നമുക്ക് കാണാൻ സാധിക്കും. അടുത്തതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് നഷ്ടപ്പെട്ടതിനെ അന്വേഷിച്ച് കണ്ടെത്തുന്ന നല്ല ഇടയനെ നമുക്ക് ഈ വചനത്തിൽ നിന്ന് കാണാൻ സാധിക്കും. അടുത്തതായി നമുക്ക് കാണാൻ സാധിക്കും പേർ ചൊല്ലി വിളിക്കുന്ന നല്ല ഇടയൻ. അടുത്തതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് മുമ്പായി നടക്കുന്ന നല്ല ഇടയൻ. അടുത്തതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്ന നല്ല ഇടയൻ. സ്തോത്രം. ഈ ക്രിസ്തുവിനെ എന്താണ് നാം വിളിക്കുന്നതെന്നറിയാം. പുതിയ നിയമത്തിൽ പറയുന്നത് ഇടയ ശ്രേഷ്ഠൻ എന്നാണ് വിളിക്കുന്നത്. ഈ ക്രിസ്തുവിനെയാണ് ഇടയ ശ്രേഷ്ഠൻ എന്ന് വിളിക്കുന്നത്. ഈ ക്രിസ്തുവാണ് നമ്മൾക്ക് വേണ്ടി തൻ്റെ സ്വന്തം രക്തത്താൽ എന്ത് ചെയ്തത്? നമ്മളെ വീണ്ടെടുത്തത്. ഈ വിഷയം
നമ്മൾ മറന്നു പോകരുത്. സ്തോത്രം. നമുക്കറിയാം, നമ്മൾ നേരത്തെയും പറഞ്ഞു, കൂരിരുൾ താഴ്വരയൊക്കെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു വരും. അല്ലെ ഏകാന്തതയോ ഒറ്റപ്പെടലോ, ചിലപ്പം നമ്മുടെ കൂട്ടുവിശ്വാസികൾ പോലും നമ്മളെ തള്ളിക്കളയുന്ന സാഹചര്യങ്ങൾ. ഈ മുട്ടൻ ഗീവർഗീസ് അപ്പച്ചൻ്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹം സ്ഥാപിച്ച ഒരു സഭയിൽ നിന്ന് അദ്ദേഹത്തെ കൂടെ ഇരുന്നവരെല്ലാം കൂടെ പുറത്തായി കളഞ്ഞെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു പാട്ട് എഴുതിയെന്നാണ് പറയുന്നത്. അദ്ദേഹം എഴുതിയൊരു പാട്ടുണ്ട്. സ്തോത്രം. ഈ സാഹചര്യത്തെയൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു പാട്ട് എഴുതി. നല്ല വരികളുള്ള ഇതാണ്. സ്തോത്രം. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. ഈ കടന്നു വരുമ്പോൾ നാം ദൈവത്തെ പള്ളു പറയുകയോ ദൈവത്തോട് മറുതല എടുക്കുകയോ ഒന്നുമല്ല നമ്മൾ ചെയ്യേണ്ടത്. സ്തോത്രം. നമുക്കറിയാം, പത്മോസ് യോഹന്നാൻ എന്ന ശിഷ്യനെ പത്മോസ് എന്ന ദ്വീപിലേക്ക് നാട് കടത്തി. ഈ പത്മോസ് എന്ന ദ്വീപ് എന്താണ്? ഈ കൊടും കുറ്റവാളികളെ ശിക്ഷിക്കാനായിട്ട്, അവരെ കൊല്ലാനായിട്ട് നാട് കടത്തുന്ന ഒരു ദ്വീപാണ്. ഈ പത്മോസിലേക്ക് പോയ ഒരു കൊടും കുറ്റവാളിയും തിരിച്ചു വന്നിട്ടുമില്ല, ജീവനോടെ ഇരുന്നിട്ടുമില്ല. അങ്ങനെ ഒരു ദ്വീപാണ് ഈ പത്മോസ്. ഇവിടേക്കാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യനായ യോഹന്നാനെ അയക്കുന്നത്. ഈ യോഹന്നാൻ ഒരു പക്ഷേ അങ്ങോട്ട് അയക്കുമ്പോൾ യോഹന്നാൻ ഒരു പക്ഷേ ചിന്തിച്ച് കാണുമായിരിക്കും, ഇനിയൊരു മടങ്ങി വരവ് എനിക്ക് ഉണ്ടാകത്തില്ല എന്ന് യോഹന്നാൻ ചിന്തിച്ച് കാണുമായിരിക്കാം. എന്നാൽ ഈ യോഹന്നാൻ പത്മോസിലെത്തിയപ്പോഴാണ്, സ്തോത്രം, ഇന്ന് നാം എന്താണ് ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും എന്താണ് ഈ വെളിപ്പാടിൻ്റെ പുസ്തകം വായിക്കുന്നു. വെളിപ്പാടിൻ്റെ പുസ്തകത്തിൽ നമുക്ക് എന്ത് മനസ്സിലാകുന്നുണ്ട്? കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെയും അന്ത്യന്യായവിധിയെയും കുറിച്ചുള്ള വിഷയങ്ങൾ നമ്മൾക്ക് മനസ്സിലാകുന്നത്. ഇന്നും വളരെ പ്രസക്തമായ ഒരു പുസ്തകം, നമുക്ക് അത്രയും വലിയൊരു വെളിപ്പാട് നമ്മൾക്ക് കിട്ടാൻ കാരണമായത് ഈ യോഹന്നാന്റെ ജീവിതത്തിലെ പത്മോസിന്റെ അനുഭവമാണ്. പത്മോസ് എന്ന് പറയുന്നത് ഏകാന്തതയെ കാണിക്കുന്നു. സ്തോത്രം. നമ്മുടെ ജീവിതത്തിലെ ഏകാന്തതകളെന്നും കണ്ട് നമ്മൾ എന്ത് പറയരുത്? സ്തോത്രം. നമ്മൾ പള്ളു പറയരുത്. ലോകം ഒരുപക്ഷെ നമ്മളെ നോക്കി കുറ്റം വിധിക്കുമായിരിക്കും. നീ നശിച്ചുപോയി, നിന്റെ ശുശ്രൂഷയും കഴിഞ്ഞു, നിന്റെ എല്ലാം കഴിഞ്ഞു, നീ ഇങ്ങനെ ഒരു മൂലക്കിരിക്കത്തേ ഉള്ളൂ എന്നൊരു പക്ഷെ ലോകം പറയുമായിരിക്കും. എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നാം അങ്ങനെ പറയരുത്. നാം വിശ്വാസത്തോടെ എന്ത് പ്രഖ്യാപിക്കണം? സ്തോത്രം. കഴിഞ്ഞിട്ടില്ല. എന്താണ് പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നത് പോലെ, അവന്റെ ബലമുള്ള കൈക്കീഴെ താണിരുത്തുകയും അവൻ തക്ക സമയത്ത് എന്ത് ചെയ്യും? നമ്മളെ ഉയർത്തേണ്ടപ്പോൾ അവൻ ഉയർത്തും. ദൈവത്തിന് ചില ശുശ്രൂഷകൾ നമ്മളെ കൊണ്ട് ചെയ്യിച്ചെടുക്കാനുണ്ട് എങ്കിൽ, ഇനിയും ശുശ്രൂഷകൾ ചെയ്യിച്ചെടുക്കാനുണ്ട് എങ്കിൽ, തീർച്ചയായിട്ടും ആ ദൈവം നമ്മളെ കൊണ്ട് എന്ത് ചെയ്യും? ശുശ്രൂഷകളെ ചെയ്യിച്ചെടുക്കുക തന്നെ ചെയ്യും. സ്തോത്രം. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. നാം ഈ ലോക ജീവിതത്തിലായിരിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചു കൊള്ളണം, നമ്മളെ ഒരിക്കലും ദൈവം അനാഥരായി വിടുകത്തില്ല. നമുക്ക് ഈ ലോകത്തിൽ ചിലപ്പോൾ പല ആശ്രയങ്ങളും കാണും. ഈ ആശ്രയങ്ങളൊക്കെ ചിലപ്പോൾ ഒരു പക്ഷെ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് വരും. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടന്ന പൈസയിൽ ആശ്രയം വെച്ച് കാണും. ചിലപ്പോൾ പൈസ നഷ്ടപ്പെട്ടു പോയെന്നിരിക്കും. നാം ചില വ്യക്തിജീവിതങ്ങളിൽ ആശ്രയം വെച്ച് കാണും. വ്യക്തിജീവിതങ്ങൾ നമ്മളിൽ നിന്ന് മാറിപ്പോയെന്നിരിക്കും. നാം ചിലപ്പോൾ ഉന്നത ബന്ധങ്ങളിൽ ആശ്രയം വെച്ച് കാണും. ആ ബന്ധങ്ങളിൽ നമുക്കറിയാം, കോവിഡിൻ്റെ ഒക്കെ കേസ് വന്നപ്പോൾ അല്ലേ, എമർജൻസി ആയിട്ട് ഓക്സിജൻ വേണമായിരുന്നു, അങ്ങനെയൊക്കെയുള്ള സഹായങ്ങൾ വേണമായിരുന്നു. പലരെ വിളിച്ച് കാണും, പലരെ ഫോൺ പോലും എടുത്ത് കാണത്തില്ല. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വന്നു കാണും. എന്നാൽ ഇവിടെ പറയുകയാണ്, സ്തോത്രം, എന്താണ് കർത്താവ് പറയുന്നത്? ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല എന്ന്. സ്തോത്രം. അനാഥരായി വിടത്തില്ല എന്ന് പറയുമ്പോൾ ദൈവം പറഞ്ഞത് നേരത്തെ പ്രിയ ജോയൽ ആ വിഷയം തന്നെ പറയുകയും ചെയ്തു. എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ കാര്യസ്ഥനെ നമ്മൾക്ക് ദൈവം പകർന്നു തന്നിരിക്കുന്നു. സകല സത്യത്തിലും എന്താണ് നമ്മെ വഴി നടത്തുവാൻ ഈ പരിശുദ്ധാത്മാവിൻ്റെ കാര്യസ്ഥൻ നമ്മൾക്കുണ്ട്. നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഇതാകുന്ന വഴി, ഇതിൽ നടന്നു കൊള്ളുകയും എന്നൊരു സ്വരം നമ്മളെ കേൾപ്പിച്ച് നടത്തുവാൻ കഴിയുന്ന ഒരു പരിശുദ്ധാത്മാവ്. നമുക്ക് ആ സ്വരം കേൾപ്പാൻ കഴിയുന്നില്ല എങ്കിൽ എന്താണ്? നമ്മളൊന്ന് മനസ്സിലാക്കിക്കൊള്ളണം, അത് നമ്മുടെ കുറവാണ്. നമ്മൾ ദൈവസന്നിധിയിൽ താണിരിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ആ സ്വരം കേൾക്കുവാൻ കഴിയാത്തത്. നമുക്ക് നടക്കുമ്പോൾ എന്താണ്? നമുക്ക് നടക്കുമ്പോൾ ഈ ലോകം മുഴുവൻ കണ്ടും കേട്ടും നടക്കണം. നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കുവാനോ ദൈവവചനം വായിപ്പാനോ ഒന്നും നമുക്ക് സമയമല്ല. സ്തോത്രം. അപ്പം അങ്ങനെയല്ല, നമ്മൾ ദൈവസന്നിധിയിൽ അല്പസമയമൊക്കെ ഇരിക്കണം. ഇരുന്ന് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ദൈവം നമ്മളെ തൻ്റെ സ്വരം കേൾപ്പിക്കും. സ്തോത്രം. ഞാൻ ഈ ഉപവാസത്തിൻ്റെ എല്ലാ ദിവസവും ഓരോ വചനം ദൈവം, ഞാൻ പ്രാർത്ഥിക്കുക, ഓരോ വചനം എനിക്ക് വിട്ട് ഞാനിങ്ങനെ എഴുതി വെക്കുമായിരുന്നു.
ഈ ഉപവാസത്തിൻ്റെ 4ാമത്തെ പകൽ ദൈവസന്നിധി പ്രാർത്ഥിച്ചിരുന്നപ്പോൾ ഒരു വചനം എനിക്ക് കിട്ടിയായിരുന്നു. അതായത് എനിക്ക് തോന്നുന്നു 15-ാം തീയതി ആയിരുന്നെന്ന് തോന്നുന്നു. സ്തോത്രം. എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യമാണ് സ്തോത്രം എനിക്ക് കിട്ടിയത്. എന്നാൽ എനിക്ക് അതിൻ്റെ വരുന്ന സൺഡേ എനിക്ക് ചർച്ചയൊന്ന് പറയണമെന്നുണ്ടായിരുന്നു ആ വചനം. എന്നാൽ എനിക്ക് അന്ന് സങ്കീർത്തനമായിരുന്നു, ആ സാഹചര്യത്തിലൊന്നും കഴിഞ്ഞില്ല. പിന്നെ അതിൻ്റെ അടുത്ത ആഴ്ച ഒന്നും പറഞ്ഞില്ല. എന്നാൽ അത് ഈ കഴിഞ്ഞ ദിവസം ഇരുന്നപ്പോൾ എനിക്കത് പറയുവാൻ എനിക്കൊരു പ്രേരണ കിട്ടിയതുകൊണ്ട് ഞാൻ ആ വചനം ഒന്ന് വായിക്കുകയാണ്. സ്വോത്രം. ആ വചനം ഒന്ന് വായിച്ച് ചെറുതായിട്ട് അതിൽ നിന്ന് ഇതൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം. സ്വോത്രം. ഞാനിനി നിന്നെ ജാതികളിൽ നിന്ന് കേൾപ്പിക്കുകയില്ല, വംശങ്ങളുടെ അവമാനം നീ ഇനി വഹിക്കുകയില്ല, നീ ഇനി നിന്റെ ജനത്തെ മക്കളില്ലാത്തവരാക്കുകയുമില്ല എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. സ്വോത്രം. ഈ വചനം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ദൈവസഭയോടുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. കാരണം ഈ വചനത്തിൽ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, സ്വോത്രം, എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. സ്വോത്രം. ഇത് പറയുന്ന ആളെ ഒന്നും നിങ്ങൾ കാര്യമാക്കണ്ട. സ്വോത്രം. ഈ ദൈവവചനം നിങ്ങൾ ഏറ്റെടുക്കുക, ഈ ദൈവവചനം എഴുതിയെടുത്ത് വെക്കുക. സ്വോത്രം. അതാരായാലും ഈ ദൈവവചനം പ്രവർത്തിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ചു കൊടുക്കുക. സ്വോത്രം. ഈ വചനം എഴുതി വെച്ച് എന്ത് ചെയ്യണം? അത് രാവും പകലും ദാവീദ് പറയുന്നുണ്ട്, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഞാൻ എൻ്റെ സങ്കടം ബോധിപ്പിച്ച് കരയുമെന്ന് ദാവീദ് പറയുന്നുണ്ട്. ദാനിയേലും ഇത് തന്നെ ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സ്തോത്രം. ഇവിടെ പറയുന്നു, സ്തോത്രം, എന്താണ്? നാം ഈ വചനം ഒന്ന് എഴുതിയെടുത്ത് വെച്ച് നമ്മുടെ ഒരു ദിവസം നമുക്ക് എന്ത് ചെയ്യുമ്പോഴും നമുക്ക് ഈ വചനം ധ്യാനിക്കാം. എന്ത് ചെയ്യുമ്പോഴും, നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും, ഞാൻ പറയാം, ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുന്നു, നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്നു, ഡ്യൂട്ടി ചെയ്യുമ്പോഴും ഈ വചനം നമുക്ക് ധ്യാനിക്കാം. ആഹാരം കഴിക്കുമ്പോഴായാലും നമ്മുടെ മനസ്സിൽ കൂടെ ഈ വചനം നമുക്ക് എന്ത് ചെയ്യാം? ചുരുവിടാം. സ്തോത്രം. അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തിലാണ് സ്തോത്രം എന്താ നാം വിശ്വസിക്കുന്നത്. സ്തോത്രം. ലോകത്തെ നോക്കിയാൽ എന്ത് ചെയ്യും? ദൈവത്തെ അറിയാത്തവരാണെങ്കിൽ എന്ത് ചെയ്യും? അവരെന്ത് ചെയ്യും? ഈ എന്താണ് പറയുന്നത്, IVF മറ്റുള്ളതുമൊക്കെ അതിൻ്റെയൊക്കെ പുറകിന് പോകും. സ്തോത്രം. എന്നാൽ ദൈവമക്കൾക്ക് ഒരു IVF-ന്റെ ആവശ്യമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ദൈവവചനത്തെ മുറുകെ പിടിക്കുവാൻ കഴിയുമെങ്കിൽ എന്ത് ചെയ്യും? ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. സ്തോത്രം. അസ്ഥിത്താഴരെ നോക്കി പ്രവചിക്കാൻ പറയുമ്പോൾ മാനുഷികമായിട്ട് ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒരു പ്രവാചകൻ ചിലപ്പോൾ സാധിച്ചു എന്ന് വരത്തില്ല. എന്നാൽ ദൈവാത്മാവിൽ താൻ ഉറച്ചാൽ തനിക്ക് അത് പ്രസ്താവിക്കാൻ കഴിയും. ആകയാൽ ഈ വചനം മുറുകെ പിടിക്കുവാൻ മടിക്കരുത്. സ്വോത്രം. ഈ വചനം എഴുതിയെടുത്ത് വെച്ച് പ്രാർത്ഥിക്കും. സ്വോത്രം. ആ വചനം ഞാൻ ഇനി നിന്നെ ജാതികളിൽ നിന്ന് കേൾപ്പിക്കുകയില്ല, വംശങ്ങളുടെ അവമാനം നീ വഹിക്കുകയില്ല, നീ നിന്റെ ജനത്തെ മക്കളില്ലാത്തവരാക്കുകയില്ല. യേശുനാമം അതിശയനാമം, േനിക്കുംബനാമം. ആമേൻ. ശ്രീയേശുനാമം അതിശയനാമം,